ഇനി ബി.ജെ.പിയുടെ നാവാണ് ശ്രീജിത് പണിക്കർ. ഇതാ ഇനി ബി.ജെ.പിയുടെ നാവാണ് റെജി ലൂക്കോസ്. ഇതേ റെജി ലൂക്കോസ് തന്നെ ഫേസ്ബുക്കിൽ വളരെ അഭിമാനത്തോടു കൂടി എഴുതിയിട്ടുണ്ട് എന്നെക്കുറിച്ച്. എന്നെ ബി.ജെ.പി ആക്കിക്കൊണ്ട് ഒരുപക്ഷെ ചാനൽ ചർച്ചകളിൽ ശ്രീജിത് പണിക്കർ ബി.ജെ.പിയുടെ വക്താവാണ് എന്ന് ആദ്യമായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്ന അദ്ദേഹം ബി.ജെ.പിയുടെ കൊടി പിടിച്ച് നിൽക്കുന്ന കാണുന്ന സമയത്ത് എനിക്ക് വലിയ കൗതുകം തോന്നുന്നുണ്ട്. ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മുഖവിലയ്ക്ക് പോലും എടുക്കാൻ കഴിയുന്ന വാദങ്ങളല്ല. കാരണം അദ്ദേഹം ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വികസന അജണ്ടയിൽ അദ്ദേഹം വീണു എന്നോ ബി.ജെ.പി വളരെ പ്രോഗ്രസീവായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നതിനെക്കുറിച്ച് പൊടുന്നനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ വെറും അവസരവാദത്തിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യം മാത്രമാണ്. മഞ്ജുഷിന് ഓർമ്മയുണ്ടോ JBC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയെക്കുറിച്ച്? മഞ്ജുഷ കേട്ടിട്ടുണ്ടോ? JBC കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഈ റെജി ലൂക്കോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കേവലം ഒരാഴ്ച മുമ്പ് അദ്ദേഹം നൽകിയിരിക്കുന്ന സംഭാവനയാണ്. എന്താണ് JBC എന്ന് വെച്ചാൽ ജമാഅത്ത് BJP കോൺഗ്രസ്. റെജി ലൂക്കോസ് കോട്ടയംകാരനാണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഒറ്റയാഴ്ചയായിട്ടുള്ളൂ. പാലായിലും കുമരകത്തും മാത്രമല്ല പലയിടങ്ങളിലും കോൺഗ്രസും BJPയും ഒന്നിച്ചാണ് ഭരണം. ആ മുന്നണിക്ക് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേരാണ് ജമാഅത്ത് BJP കോൺഗ്രസ് അഥവാ JBC. എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തയാണ് ഇതിനു ശേഷം അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് കണ്ടത്? പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? പാർട്ടിയുടേതായിട്ടുള്ള നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് അല്ല എങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പോസ്റ്റ് നോക്ക്, എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും, കാണുന്നുണ്ടല്ലോ. BJPയുടെ പ്രതിനിധിക്ക് അടക്കം ഇത് കാണാൻ കഴിയുന്നുണ്ടല്ലോ. എന്താ ഇത് എഴുതിയിരിക്കുന്നത്? ഇവരിൽ ആരാണ് തട്ടിപ്പിൽ മുന്നിൽ? നിങ്ങളുടെ അഭിപ്രായം എന്ത്? ആരൊക്കെയാ? ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റേത് രാജീവ് ചന്ദ്രശേഖർ. ഈ പറയുന്ന പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്ന ശബരിമല തട്ടിപ്പിൽ എവിടെയായി രാജീവ് ചന്ദ്രശേഖർ വരുന്നത്? അദ്ദേഹം വരേണ്ടുന്ന ഒരു കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് അതുമായിട്ട് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലല്ലോ. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് രാജീവ് ചന്ദ്രശേഖരനെയും കൂടെ പിടിച്ച് അതിനകത്തിലിട്ടിട്ട് CPM-നെ ന്യായീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പറഞ്ഞ ആളാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതെല്ലാം വളരെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വന്നതെന്ന് പറഞ്ഞു. മണിപ്പൂരിൽ മാസങ്ങളായി കുക്കി വംശജരായ ക്രിസ്ത്യാനികളെ വംശഹത്യയ്ക്കായി നൂറുകണക്കിന് മനുഷ്യരെ കൊന്നടക്കിയപ്പോൾ എന്തുകൊണ്ട് താങ്കൾ മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ്? ഞാനല്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ പടം ഇട്ടിട്ട് ചോദിച്ചിരിക്കുന്ന ആളിൻ്റെ പേര് റെജി ലൂക്കോസ് എന്നാണ്. ഇത് ഒരു രാഷ്ട്രീയ നിലപാടല്ലേ? ആത്മാഭിമാനമുള്ള മലയാളി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ? രാജീവ് ചന്ദ്രശേഖരൻ്റെ പടം ഇട്ടിട്ട് റെജി ലൂക്കോസ് ചോദിച്ചിരിക്കുകയാണ്, ആത്മാഭിമാനമുള്ള മലയാളി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ? അടുത്തത് ദോഷം പറയലല്ലോ. കേരളത്തിൽ അഴിമതിക്കെതിരെയാണ് തള്ളൽ. ആരുടെ തള്ളല? ഈ പറയുന്ന പ്രോഗ്രസീവ് പൊളിറ്റിക്സ് പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പടം ഇട്ടിട്ട് 313 കോടി രൂപയുടെ ഭൂമി കുംഭകോണം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് തള്ളിയിരിക്കുന്ന ആളിന്റെ പേര് റെജി ലൂക്കോസ് എന്നാണ്. ഇനി റെജി ലൂക്കോസ് അങ്ങനെയൊന്നും പറയില്ല. ഇന്നു മുതൽ കഴിഞ്ഞു. ഞാൻ പറയുന്നത് BJP-ക്കാരുടെ അവസ്ഥയാണ് അവസ്ഥ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് BJP-യിലുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ അവസ്ഥ ഓർക്കുന്ന സമയത്ത് എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ വരെ വന്നിരുന്നിട്ട് അതിശക്തമായിട്ട് റെജി ലൂക്കോസിനെയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനെയും എതിർക്കുന്ന ആൾക്കാർക്ക് ഇന്ന് റെജിജിയാണ്. കേന്ദ്രമന്ത്രി റിജിജു എന്ന് പറയുന്നത് പോലെ മലയാളത്തിൽ നമുക്കൊരു റെജിജിയെ കിട്ടിയിട്ടുണ്ട്. അല്ല, ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം പറയാം. ജിതിൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാം. അത് എൻ്റെ ഒരു വേർഷൻ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾക്ക് വലിയ നിരാശയുണ്ട് റെജി ലൂക്കോസ് പാർട്ടി മാറിയതിൽ എന്ന് പറഞ്ഞു. ജിതിൻ, മാധ്യമങ്ങൾക്ക് മാത്രമല്ല, സത്യത്തിൽ എനിക്കും ഉണ്ട് നിരാശ. കാരണം എന്താണെന്നറിയോ? എന്നെ ചർച്ചകളിൽ CPM ബാൻ ചെയ്തിരിക്കുകയാണ് 4.5 വർഷമായി. അപ്പോൾ എന്നോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ട് വരുന്ന ആൾക്കാർ ഈ ഇടത് സഹയാത്രികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇഫക്റ്റീവ്ലി ലോസാണ്. കാരണം എന്നോടൊപ്പം CPM-കാരും വരുന്നില്ല, ഇടതുപക്ഷത്തിന് വേണ്ടി ബാധിച്ചിരുന്ന റെജി ലൂക്കോസും ഇനി വരുമ്പോൾ ഈ അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ എനിക്കും നിരാശ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.